ഹായ് ഓൾ വാം വെൽക്കം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ BSNL FTTHയിലുള്ള വോയിസ് കോൺഫിഗർ ചെയ്യാമെന്നുള്ളതാണ്. ഒരു നെറ്റ്ലിങ്ക് ONTയിലാണ് നമ്മളിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ONT ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് അറിയണം, വോയിസിൻ്റെ VLAN ഏതാ യൂസ് ചെയ്യുന്നത് അറിയണം, സിപ്പ് രജിസ്ട്രാർ IP. ഇപ്പോൾ ഈ ഡെമോൺസ്ട്രേഷനിൽ യൂസ് ചെയ്യുന്ന ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമ്മുടെ ONTയിലേക്കുള്ള കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യാം. ഇതാണ് നെറ്റ്ലിങ്ക് ONTയുടെ ലോഗിൻ പേജ്. യൂസർ നെയിം ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ലോഗിൻ ചെയ്യുന്നു. വോയിസിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു വോയിസിന് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നെറ്റ്വർക്കിൽ ഇൻ്റർനെറ്റ് സെറ്റിങ്സിലാണ് ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക. കണക്ഷൻ നെയിമിൽ ആഡ് ന്യൂ പാൻ കൊടുക്കുന്നു. മോഡ് സെലക്ട് ചെയ്യേണ്ടത് റൂട്ടാണ്. IP വേർഷൻ IPv4. DHCP ആണ് സെലക്ട് ചെയ്യേണ്ടത്, ഗെറ്റ് IP അഡ്രസ് VSP. പിന്നെ ശ്രദ്ധിക്കേണ്ടത് VLAN എനേബിൾ ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോയിസിന് യൂസ് ചെയ്യുന്ന 1849 VLAN എൻ്റർ ചെയ്യണം. 802.1p 7 ആയിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ സർവീസ് മോഡ് ഇൻ്റർനെറ്റ് മാറ്റിയിട്ട് വോയിസ് ആക്കണം. അപ്ലൈ ചെയ്യുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിസിൻ്റെ ബേസിക് ഇൻ്റർഫേസ് ക്രിയേറ്റ് ആയി. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തത് കറക്റ്റായോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യണം. അതിന് സ്റ്റാറ്റസിൽ വാൻ ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻ്റർഫേസിന് റെസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻട്രി വന്നിട്ടുണ്ടാവും വാൻ സ്റ്റാറ്റസിൽ. ഈ എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കറക്റ്റാണ്, നമ്മുടെ കോൺഫിഗറേഷൻ OLTയിലെയും കോൺഫിഗറേഷൻ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു IP അഡ്രസ്സ് കിട്ടുകയും ചെയ്യും, സ്റ്റേറ്റ് അപ്പായി കാണിക്കുകയും ചെയ്യും. ഇത്രയും ആയാൽ നമ്മൾ വോയിസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇൻ്റർഫേസ് അപ്പായി. ചില സമയത്ത് കണ്ടുവരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും IP വരാതിരിക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇനിറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുകയോ ഡൗൺ എന്നുള്ള സ്റ്റേറ്റിലോ കാണിക്കും. അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ONTക്ക് ഒരു IP വന്നിട്ടില്ല എന്നാണ്. ഒന്നുകിൽ ONTയിലെ ഈ 1849 കോൺഫിഗറേഷൻ ഓക്കെ ആയിരിക്കില്ല, അല്ലെങ്കിൽ OLTയിൽ 1849 കോൺഫിഗറേഷൻ ഓക്കെ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ BNGയിൽ നിന്നും BSNL സൈഡിൽ നിന്നും IP വരുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ എൻട്രി കാണുന്ന ഈ MAC അഡ്രസ് OLTയിൽ എത്തുന്നുണ്ട് എന്ന് കൺഫേം ചെയ്യണം. OLTയിലെ നെറ്റ്ലിങ്ക് OLT ആണെങ്കിൽ OLT കോൺഫിഗറേഷനിൽ MAC എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ OLTയിൽ എത്തിയിട്ടുള്ള എല്ലാ MACകളും അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ ഈ MAC ഉണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു ഇൻ്റർഫേസ് അപ്പായി ഇതിന് IP വന്നാൽ മാത്രമേ നമ്മുടെ വോയിസ് വർക്ക് ചെയ്യുള്ളൂ. ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റേജിലേക്ക് പോവുക. ഈ IP വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിലേക്കുള്ള റീച്ചബിലിറ്റി ഓക്കെ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ ഈ ഡയഗ്നോസിസ് എന്നുള്ള ഓപ്ഷനിൽ പിങ് ടെസ്റ്റ് ഉണ്ട്. പിങ് ടെസ്റ്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു IP, വോയിസിന് ഉപയോഗിക്കുന്ന IP ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ 10.191.55.49 ആണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിലുള്ള ഒരു IP. അത് നമ്മുടെ വോയിസ് ഇൻ്റർഫേസ് വഴി പിങ് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ ഇതുപോലെ 64 bytes ഫ്രം റിപ്ലൈ വരും. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മളിനി വോയിസിൻ്റെ യൂസർ സ്പെസിഫിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അത് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിലാണ് എൻ്റർ ചെയ്യുക. ആപ്ലിക്കേഷൻ വോയിപ്പ് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ നേരത്തെ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ഇത്രയും ഡാറ്റ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നമ്മുടെ പ്രൈമറി സിപ്പ് രജിസ്റ്റർ ഏതാണ്? ഇപ്പോൾ ഈ ഒരു കേസിൽ ഉപയോഗിക്കുന്നത് kl.ftth.ims.bsnl.in എന്ന് പറഞ്ഞിട്ടുള്ള രജിസ്റ്ററാണ്. 299 നമ്പർ ലെവലിൽ 1849 VLAN ആണെങ്കിൽ ഇതായിരിക്കും ഉപയോഗിക്കുന്നത്. പോർട്ട് 5060, അതുപോലെ സിപ്പ് രജിസ്ട്രാർ അഡ്രസ്, അതിന് കറസ്പോണ്ടിങ് പോർട്ട്, പ്രൈമറി സിപ്പ്, ഈ ഡാറ്റയെല്ലാം എനേബിൾ ഔട്ട്ബൗണ്ട് പ്രോക്സി അത് ടിക്ക് ചെയ്യണം. എന്നിട്ട് ഔട്ട്ബൗണ്ട് പ്രോക്സി ഏതാണെന്നുള്ളത് കൊടുക്കണം. സെക്കൻഡറി സിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ നമ്മുടെ കറസ്പോണ്ടിങ് ഈ വോയിസിൻ്റെ യൂസർ നെയിം ഡീറ്റെയിൽസും എനേബിൾ ടിക്ക് ചെയ്യുക. വോയിസിൻ്റെ പാസ്വേഡും. എന്നിട്ട് ചേഞ്ചസ് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വോയിസിൻ്റെ യൂസർ സ്പെസിഫിക് ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റർ ചെയ്തത് ഓക്കെയാണ്, നമ്മുടെ വോയിസ് ആക്ച്വലി ക്രിയേറ്റഡും ആണ് എന്നുണ്ടെങ്കിൽ ഇത് രജിസ്റ്റർ ആവേണ്ടതാണ്. നമ്മൾ നേരത്തെ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ റീച്ചബിലിറ്റി വെരിഫൈ ചെയ്തു. ഇനി ഈ വോയിസിൻ്റെ യൂസർ സ്പെസിഫിക് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിഞ്ഞ് സ്റ്റാറ്റസിൽ വോയിപ്പ് ഇൻഫോ എടുത്താൽ രജിസ്റ്റേർഡ് എന്ന് വരും. ഇതിനർത്ഥം എല്ലാ കോൺഫിഗറേഷനും ഓക്കെയാണ്. നമ്മുടെ സെർവർ വരെ ഈ ഫോൺ നമ്പർ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്യേണ്ട വേറൊരു അഡീഷണൽ കാര്യം എന്ന് പറയുന്നത്, ആപ്ലിക്കേഷനിൽ വോയിപ്പിൽ ഇപ്പോൾ ബേസിക് സെറ്റിങ്സ് ആണ് നമ്മൾ ഇത്രയും ചെയ്തത്. അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മൾ വൺ വേ സ്പീച്ച് ഇഷ്യൂസ്, കോൾ ഡ്രോപ്പായി പോകുന്ന ഇഷ്യൂസ് മിക്കവാറും വരുന്നത് യൂസ് ചെയ്യുന്ന കോഡക്കിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. കോഡക്ക് നമ്മുടെ വോയിപ്പ് സെറ്റിങ്സിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കോഡക്ക് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഏലോയും സെക്കൻഡ് പ്രയോറിറ്റി യൂലോയുമാണ്. അത് രണ്ടും മാത്രം മതി. ചില വണ്ടിയിൽ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എൻട്രി ഇടുന്നു എന്നേ ഉള്ളൂ. ഇത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി വോയിസിൻ്റെ കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കോൾസ് വിളിക്കാൻ പറ്റും. ഔട്ട് ഗോയിങ് കോൾസും ഇൻകമിങ് കോൾസൊക്കെ പറ്റും. നോർമലി കണ്ടിട്ടുള്ള വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഫോണിൽ പൾസും ടോണും എന്നിട്ട് ഒരു കീ ഉണ്ടാവും. അത് ടോണിലായിരിക്കണം എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, ഔട്ട് ഗോയിങ് കോൾസ് മെച്യൂർ ആവണം എന്നുണ്ടെങ്കിൽ. ഇനി വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില ഇഷ്യൂസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്ന് ആദ്യം പറഞ്ഞ പോലെ IP അലോട്ടായി വരാതിരിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വോയിസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ വാൻ ഇൻ്റർഫേസ് അപ്പാവാതിരിക്കുക. ഒന്ന് ഡെമോൺസ്ട്രേഷൻ ഒന്ന് നോക്കാം. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻ്റർഫേസിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ഇൻ്റർഫേസ് അപ്പാവില്ല. ഉദാഹരണത്തിന് ഈ VLAN ഇപ്പോൾ മാറിപ്പോയി എന്നിരിക്കുക, 1849 പകരം 1840 ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോൺഫിഗറേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അത് സേവ് ആയിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് വാൻ ഇൻഫോ അത് ഡൗൺ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഡൗൺ IP അഡ്രസ് ഇനിറ്റായി വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇൻ്റർഫേസിൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളതാണ്. അത് ONT-യിലാവാം, അല്ലെങ്കിൽ OLT-യിലാവാം, അല്ലെങ്കിൽ BNG സൈഡിലും ആവാം. ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ONT കോൺഫിഗർ ചെയ്തത് ഓക്കെ ആണെന്ന് കൺഫേം ചെയ്യുക. എല്ലാ എൻട്രീസും കറക്റ്റാണ് എന്നുള്ളത് കൺഫേം ചെയ്യാം. അതിന് ശേഷം നമ്മുടെ OLT-യിലെ കോൺഫിഗറേഷൻ വെരിഫൈ ചെയ്യുക. അതുപോലെ ഈ ഒരു പെർട്ടിക്കുലർ വോയിസിന് വന്നിട്ടുള്ള MAC നമ്മുടെ OLT-യിൽ എത്തുന്നുണ്ടോ എന്നുള്ളതും വെരിഫൈ ചെയ്യുക. അത്രയും ഓക്കെയാണ്. OLT-യിൽ എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ NIB-യിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹെൽപ്പ് കിട്ടുന്നതാണ്. ഇനി വേറൊരു സെനാരിയോ നോക്കാം. നമുക്കിവിടെ IP വന്നതിന് ശേഷം വോയിസ് രജിസ്റ്റർ ആവാത്തൊരു സെനാരിയോ. ഇൻ്റർഫേസ് കറക്റ്റ് ചെയ്യാണ്, 1849 ആക്കി മാറ്റുകയാണ്. ആക്കി മാറ്റി സ്റ്റാറ്റസിൽ വാൻ ഇൻഫോ നോക്കി കഴിഞ്ഞാൽ IP വന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ അർത്ഥം ഇൻ്റർഫേസ് അപ്പ് ആയിട്ടുണ്ടെന്നാണ്. ഇനി എന്നിട്ടും വോയിസ് രജിസ്റ്റർ ആവാത്തൊരു കേസാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മൾ കുറേ ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ട്.
ഈ എൻ്റർ ചെയ്ത ഏതെങ്കിലും ഒരു ഡാറ്റ തെറ്റാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്തോ അല്ലാണ്ട് ഏതെങ്കിലും ഒരു എൻട്രി കൂടുതൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വോയിസിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ രജിസ്റ്റേർഡ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വോയിപ്പിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ എറർ കാരണം എന്തെങ്കിലും ഒരു എൻട്രി അധികം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് രജിസ്റ്ററിംഗ് എന്ന് പറഞ്ഞ് നിൽക്കും. രജിസ്റ്ററിംഗ് പറഞ്ഞ് നിൽക്കുന്നത് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടാവാം. ഇതിൽ ഒരു കാരണം മാത്രമാണ്. എപ്പോഴും നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് സോഴ്സിൽ നിന്ന് വരുന്നത് ഓക്കെ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അഥവാ ഇൻ്റർഫേസ് അപ്പായതിന് ശേഷം വോയിസ് അപ്പാവാതിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ വോയിസിൻ്റെ ക്രിയേഷൻ ആയതാണോ അല്ലെന്നുള്ളത് കൺഫേം ചെയ്യുക. അത് ഈ ഒരു യൂസർ നെയിം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടോയെന്ന് അതറിയാൻ ഏറ്റവും എളുപ്പം ആ നമ്പറിലേക്കൊന്ന് ഡയൽ ചെയ്ത് നോക്കുക. കിട്ടുന്ന അനൗൺസ്മെൻറ്റ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഫോൺ നമ്പറിൻ്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ NIBയിലോ ബന്ധപ്പെട്ടതൊന്ന് കൺഫേം ചെയ്യണം. അതല്ല നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നോ നമ്പർ പ്രതികരിക്കുന്നില്ല എന്നോ വേറെ എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ആണെങ്കിൽ കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഈ എൻ്റർ ചെയ്ത ഡാറ്റയൊക്കെ വോയിസ് ഇൻ്റർഫേസ് അപ്പാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എൻ്റർ ചെയ്ത ഡാറ്റ എല്ലാം കറക്റ്റാണെന്ന് കൺഫേം ചെയ്യുക. അതിനുശേഷം ഫോൺ നമ്പറും ഓക്കെ ആണെന്ന് കൺഫേം ചെയ്യുക. ഇപ്പം നേരത്തെ നമ്മൾ തെറ്റായി എൻ്റർ ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അത് സേവ് ചെയ്യുന്ന സമയത്ത് വോയിസിൻ്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കാം. വോയിപ്പ് ഇൻഫോ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇനി ഒബ്വിയസ് ആണ് നമ്മുടെ വോയിപ്പിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു എറർ വരും എന്നുള്ളത്. വീണ്ടും രജിസ്റ്ററിങ് ആയിട്ടുണ്ട്. വീണ്ടും ഇത് രജിസ്റ്ററിങ്ങിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ രജിസ്റ്റർ ആവുന്നില്ല. ഇത്രയാണ് ബേസിക്കലി വോയിസ് കോൺഫിഗർ ചെയ്യാനുള്ളത് ട്രബിൾ ഷൂട്ടിങ്ങിലും. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു വോയിസ് കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ONTയിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്ന യൂസർ നെയിം ക്രെഡൻഷ്യൽസ് വേണം, നമ്മുടെ വോയിസിൻ്റെ ഡീറ്റെയിൽസും വേണം. ഇനി നോർമലി കണ്ടുവരുന്ന ഇഷ്യൂസും അതിൽ സൊല്യൂഷൻസും ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ONTൻ്റെ ഫേംവെയർ ലേറ്റസ്റ്റ് ആണെന്ന്. ONTൻ്റെ എല്ലാ ഫേംവെയർ വേർഷൻസിലും വോയിസ് സപ്പോർട്ട് ചെയ്തിരിക്കണമെന്നില്ല. ലേറ്റസ്റ്റ് ഫേംവെയർ ആണോന്നുള്ളത് വെണ്ടറുമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് കൺഫേം ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വോയിസിൻ്റെ വാൻ ഇൻ്റർഫേസിന് IP വന്നിട്ടുണ്ടോ എന്നത് വെരിഫൈ ചെയ്യുക. അഥവാ IP വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ OLT ലോഗിൻ ചെയ്തതിന് ശേഷം ONTൻ്റെ MAC ടേബിളിൽ വോയിസിൻ്റെ ഈ കറസ്പോണ്ടിങ് MAC എത്തുന്നുണ്ടെന്നത് കൺഫേം ചെയ്തതിന് ശേഷം MAC എത്തിയിട്ടും IP വരാത്ത കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ്കലേറ്റ് ചെയ്യണം. BBCയോ അല്ലെങ്കിൽ NIBയിലേക്കോ കോൺടാക്ട് ചെയ്യണം. പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം IP വന്നതിന് ശേഷം വോയിസ് വരുന്നില്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ വോയിപ്പിൽ എൻ്റർ ചെയ്ത ഡാറ്റാസ് കറക്റ്റാണെന്നുള്ളത് വെരിഫൈ ചെയ്യണം. അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മാനുവലി എൻ്റർ ചെയ്യുന്നതാണ് നല്ലത്. അതുമാത്രമല്ല, അഥവാ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പല സമയത്തും അങ്ങനെ കണ്ടിട്ടുണ്ട്.
ചെറിയൊരു സ്പെല്ലിംഗ് വിട്ടുപോയാലോ ഡോട്ട് വിട്ടുപോയാലോ വർക്ക് ചെയ്യാതെ വരുന്നൊരു അവസ്ഥ കണ്ടിട്ടുണ്ട്. പിന്നെ ചില മോഡത്തിൽ കണ്ടിട്ടുള്ളത് റീബൂട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ സേവ് ചെയ്തത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം റീബൂട്ട് ചെയ്തതിന് ശേഷം അപ്പാവുന്നുണ്ടോ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യണം. ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജെനിസിക്സ് ONT ആണെങ്കിലും ഒപ്റ്റിലിങ്ക് ONT ആണെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻസിൽ ചെറിയ മാറ്റങ്ങൾ. എന്തെങ്കിലും ഇഷ്യൂസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.